ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ എൻ്റെ മുമ്പിൽ നല്ല അടിപൊളി കറിവേപ്പ്. ഈ വീടായാൽ നമുക്ക് ഒരു കറിവേപ്പിലെങ്കിലും വേണം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ വാടിയിട്ടുണ്ടാവില്ല. എന്താ അതിൻ്റെ പിന്നിലുള്ള കഥ, കെമിക്കൽ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഇതാണെങ്കിൽ കൊണ്ടുപോയി വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേന് പാടും, കാരണം ഇത് ഒറിജിനലാണ്. എങ്ങനെയാണ് എങ്ങനെ ഉഷാറിൽ കറിവേപ്പില ഉണ്ടാകുന്നത് എന്നുള്ളത് എങ്ങനെയെന്ന് നമുക്കൊന്ന് വീഡിയോയിൽ നോക്കാം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഉഷാറായിട്ട്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വിളവെടുക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ മതി, എന്നാൽ തന്നെ ഉണ്ടാവും. ഇതാ ഇത് കറിവേപ്പിലല്ല, ഇത് നമ്മളിപ്പം വിളവെടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ചുറ്റും ശാഖ ഉണ്ടാവും. അങ്ങനെയാണ് കറിവേപ്പില. ഞാൻ എങ്ങനെയാണ് ഇത് നട്ടുപിടിപ്പിച്ചത്, എങ്ങനെയാണ് ഇത്രയും കറിവേപ്പില എനിക്ക് ഉണ്ടായത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു കറിവേപ്പിൻ്റെ ഇല കേട്ടോ. ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും തൈകൾ ഉണ്ടാവും. ദൂരെ തൈ ഉണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു തൈ വന്ന് ഇതാ കണ്ടോ, ഇവിടെ നിറച്ചും തൈ. ഇപ്പം മെയ് മാസം കേട്ടോ, ഇപ്പം നടാൻ പറ്റിയ ടൈമാണ്. കാരണം കൊണ്ടുപോയി മഴ പെയ്തിട്ട് കുറച്ചൊക്കെ നനവൊക്കെ വന്നില്ലേ. അപ്പം ഇത് ചുറ്റും ആ തൈകൾ ഉണ്ടായിന്. ഞാൻ ഇതിനോണ്ട് ഇങ്ങനെ കൊത്തി ഇങ്ങനെ വേരോട് കൂടെ അങ്ങോട്ട് എടുത്താൽ വലിച്ചു വെക്കട്ടെ കേട്ടോ. ഓ, വേരോടുകൂടിയ വന്ന് ഞാൻ തന്നെ വീഴാൻ പോയി. ഇതാ ഈ വേരോട് കണ്ട നിറയെ വേര്, ഇതങ്ങ് നട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഇതാ. നല്ല വേരൊക്കെ ഉള്ള ഒരു കറിവേപ്പില ഞാനിനി, അതൊക്കെ ദൂരെയാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വരും, രാത്രിയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മീനോ അല്ലെങ്കിൽ ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കറിവേപ്പില വേണം. അപ്പം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. അങ്ങനെ ഞാൻ ഇത് മുറ്റത്ത് നടാൻ പോകുക കേട്ടോ. മുറ്റാകുമ്പോൾ നമുക്ക് പോട്ട് വേണം, പോട്ടിൽ ചാക്ക് പറ്റൂല, നമുക്ക് വീടിൻ്റെ മുമ്പിൽ നമുക്ക് ചാക്ക് പറ്റൂല. അപ്പോൾ ഞാൻ പോട്ട് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതാ നടുന്നത് ഇങ്ങനെയുള്ള ഒരു പോട്ടിലാണ്. അതൊരു അത്യാവശ്യം വലിപ്പമുള്ള പോട്ട്, അത് മതി. നമ്മൾ ഒരു കറിവേപ്പില അതിനൊക്കെ ഇത് ധാരാളം. ഇതിനിങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് തന്നെ നടുമ്പോൾ ഞാൻ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിൽ ചകിരിച്ചോറിടണം. ചകിരിച്ചോറല്ല, ഇത് ബെഡ് പൊളിച്ചതാട്ടോ. ഇടയ്ക്ക് ഞാൻ ചകിരി ഇടും, ഇടയ്ക്ക് ഞാൻ ബെഡ് പൊളിച്ചതിടും. ഇതിനിപ്പോൾ ഞാൻ ബെഡ് പൊളിച്ച എൻ്റെ കൈ കിട്ടി ഫസ്റ്റിൽ, അത് ഇട്ടു. ഇനി അടുത്തത് നിറയെ ഇതാണ് എൻ്റെ താരം. ഏതാണെന്നറിയത്, പിന്നെ കരിയില അങ്ങ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല വേഗം കമ്പോസ്റ്റും ആവും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് നെട്ടോട്ടോടാൻ നല്ല സുഖമാണ്. ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ, കുറച്ച് മണ്ണിടട്ടെ. കറിവേപ്പില പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമെന്ന് എല്ലാവരും പറയാറുണ്ട്. എനിക്ക് ഇതുവരെ കറിവേപ്പില പോയിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഒരു സംശയം പറയും, ഉണ്ടായി ഒരു 3 കൊല്ലത്തിന് അതിന് വിളവ് പറിച്ചെടുക്കരുത് എന്നൊക്കെ. അതൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടായിരിക്കും. ഞാൻ കുറച്ച് മണ്ണിട്ട് ഇതങ്ങ് വെക്കട്ടെ കേട്ടോ, നായത്തിലങ്ങ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പോലെ വേരുള്ളത് കൊണ്ട് നടട്ടെ കേട്ടോ. നട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കുറേ പൊട്ടി മിക്സ് ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് നടട്ടെ കേട്ടോ. കുറച്ച് വലിപ്പമുള്ളത്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒക്കെ വരും. ഇതങ്ങ് പൊട്ടിച്ചെടുത്താൽ ഇവിടുന്ന് ഒക്കെ വരും. ഇപ്പം പൊട്ടിക്കൂരാന്ന് മാത്രം. നടട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ അല്ലേ. ഞാൻ വേഗം ആദ്യം നട്ടിട്ടാണ്, മറിഞ്ഞുപോയി. ഞാൻ നട്ടിട്ടാണ്, മണ്ണിട്ടിട്ടാണ് ഞാൻ പൊട്ടി മിക്സ് ഇനി ഇടുന്നത് മേലെ. കാരണം ഈ വേരിൻ്റെ ചുറ്റും മണ്ണ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇഷ്ടം പോലെ വേര് വന്നു. ഒരു കറിവേപ്പിൻ്റെ അടിയിൽ കുറേ തൈകളുണ്ട്. ആ എല്ലാ തൈകളും മാറ്റി നട്ടാൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പുറത്തെ പറമ്പിലില്ലേ, ഷെഡിൻ്റെ ഉള്ളിലേക്ക് വേര് പോയിട്ട് ഷെഡിൻ്റെ ഉള്ളിൽ നിറയെ കറിവേപ്പിൻ തൈ ഉണ്ട്. ഞാനൊരു വീഡിയോ പിടിച്ചതാണ്, ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ രംഗം കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും. അകത്ത് നിറയെ കറിവേപ്പിലുണ്ടായി തൈ ഉണ്ടായി. കുറച്ച് അപ്പുറത്താണ് കറിവേപ്പിൻ്റെ മദർ പ്ലാന്റ് ഉണ്ടത്. അങ്ങനെ കുട്ടികൾ നിറച്ചുണ്ടാവും. ഇനി ഞാനിതാ
പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുറേ പൊട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. അതൊന്നും ആവൂല, അതിനെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മളെ ഫസ്റ്റ് സംഭവം ഞാനേ ഇതിടൽ നിർബന്ധ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു വിധ അണുക്കളൊന്നും അടുക്കൂല, രോഗാണുക്കളൊന്നും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കീടനാശിനിയാണ്, നല്ലൊരു ജൈവവളമാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് വെള്ളത്തിലിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഇരട്ടി വെള്ളം 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താലും നല്ലതാണ്. ധാരാളം നൈട്രജൻ ഉള്ളത് കൊണ്ട് ഇല പച്ച കളറാവാൻ സൂപ്പറാണ്. പിന്നെ ചീമക്കൊന്നൻ്റെ ഒരു തണ്ടങ്ങ് വെട്ടിക്കൊടുത്താൽ ഇപ്പോൾ മെയ് മാസം കഴിഞ്ഞു, ജൂൺ ആവുക. അപ്പോൾ മഴ പിടിക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് തന്നെ ഒരു മഴേൻ്റെ ഒരുക്കമുണ്ട്. 2 ദിവസമായി ഇവിടെ മഴ പെയ്തിട്ട്. അപ്പോൾ ചെടികളൊക്കെ വേഗം മുളച്ചുണ്ടാകാൻ നല്ലതാണ്. നമ്മൾ മേലെ മണ്ണിട്ടതിന് ശേഷം മേലെ കുറേ ഇങ്ങനത്തെ ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവില്ല. കരുവേപ്പിലക്ക് ഇത് നമ്മൾ അവരിൽ നിന്ന് അടർത്തി കൊണ്ടുവന്നല്ലോ, അപ്പം നനവ് എപ്പം വേണം, മണ്ണിലെപ്പം നനവ് വേണം. നല്ല ഇത് പിന്നെ 2 ആഴ്ച ഞാൻ ഇത് വെയിലത്ത് വെക്കൂല കേട്ടോ. ഇത് അമ്മയിൽ നിന്ന് അടർത്തി കൊണ്ടുവന്ന് ഇതിൽ വെച്ചതാ. അപ്പോൾ 2 ആഴ്ച വെയിലത്ത് വെക്കൂല. ഇത് വാടാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്, വേര് പിടിച്ചിട്ടുണ്ട്, വേര് മണ്ണുമായിട്ട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഇങ്ങനെ നടാം. ഞാൻ ഇതിൻ്റെ മുമ്പ് നട്ട് കാണിച്ചു തരാം. ആ കല്ല് ഉഷാറായിരുന്നു. അങ്ങനെ ഒരു കരുവേപ്പിൻ്റെ തൈ എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ നോക്കണേ. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങണ്ടല്ലോ, നമ്മളെ ആവശ്യത്തിന് നമുക്ക് തന്നെ പുതിന ഒന്ന് പിടിപ്പിക്കണോ. പുതിന, മല്ലിച്ചപ്പ്, കരുവേപ്പില ഒക്കെ പൊരക്ക് ആവശ്യം. ഇഞ്ചി നമുക്ക് നടേണ്ട ടൈം തന്നെയാണ് ഇത് കേട്ടോ. അപ്പം അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഒരു കരുവേപ്പില നട്ടു. എനിക്ക് ഇവിടുന്ന് തൈ കിട്ടിയെന്ന് കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ കരുവേപ്പിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ മതി, അവരെ ചുറ്റും തൈകളുണ്ടാവും. ആ തൈകൾ വേണ്ടി വരില്ല. അപ്പോൾ ആ തൈകൾ നിങ്ങളൊന്ന് ഇങ്ങനെ മെല്ലെ വേരോട് കൂടെ കുറച്ച് 2-3 വേരെ നിന്നാൽ മതി. എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് നട്ടിട്ട് എവിടെയെങ്കിലും മുറ്റത്ത് സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കരുവേപ്പില ഉണ്ടാവും. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ നട്ടത്. ധാരാളം കരിയിലിട്ട് പിന്നെ ശീമക്കൊന്നൻ്റെ ഇതിട്ട് അങ്ങനെ നട്ടതായത്. ഇനി ഞാൻ നനക്കട്ടെ കേട്ടോ, നനക്കട്ടെ. നട്ട് കഴിഞ്ഞാൽ സ്പോട്ട് തന്നെ. ഇനി ഞാൻ എൻ്റെ ചെടി ICU ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഞാൻ ദിവസേന നോക്കും എന്തായി നനച്ചും കൊടുക്കും. പിന്നെ ഇതിന് ഒരു പേന് ഞങ്ങൾ പറയും, ഒരു വരാനുണ്ട്, ഇലപ്പേന് വരാനുണ്ട്, ഇതേ കളറിലുള്ളതാണ്. അപ്പം നമ്മൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് നാളെ നോക്കിയാൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, എല്ലും തോലും ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തിന്ന് തീർത്തതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതിനെ പിടിച്ച് നമ്മൾ കൊല്ലുക തന്നെ വേണം. പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി അതിങ്ങനെ സ്പ്രേ ചെയ്താൽ അതൊന്നും ഇനി ഉണ്ടാവില്ല. ഇതിലും വെള്ളീച്ച വരും, ഇതിലും അങ്ങനെ അക്രമകാരികളൊക്കെ ഉണ്ട്. നമ്മൾ ദിവസം നോക്കണം. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യം കിട്ടിയില്ലല്ലോ, ഇവരെ കൊല്ലാൻ ആൾക്കാർ ചുറ്റും ഉണ്ടാവും. ഇനി ഞാൻ ഇത് വെക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഈ ഭാഗം വെയിൽ തട്ടൂല. ഈ വെയിൽ തട്ടാത്ത ഭാഗത്ത് ചെടികൾക്കൊക്കെ വേര് പിടിപ്പിക്കാൻ ഫസ്റ്റാണ്. ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇവിടുന്ന് നനച്ച് ആളാക്കി എടുക്കും. പിന്നെ ഇതാ വേറൊന്ന്, ഞാൻ ഇതിൻ്റെ മുമ്പേ വെറുതെ ഞാനൊരു പീസ് അങ്ങനെ പറിച്ച് നട്ട് നോക്കുമ്പോൾ അതാ ഇത് ഉഷാറായി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജെറേനിയോ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. ഒക്കെ ഞാൻ ICU ഒരു തണ്ട് പൊട്ടിച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. ഇപ്പം ഇതിൽ നിന്ന് നനക്കുമ്പോൾ ഇതിനും കിട്ടും, ഇതാൾ ഉഷാറായിക്കോളൂ. ഇതെല്ലാം ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. അതെൻ്റെ ബാൾസം കണ്ടോ, ഉഷാറായി വന്ന് വേര് പിടിച്ചു. ഇതാ കണ്ടോ തെളിഞ്ഞിക്കുന്നു. അങ്ങനെ ഒന്നൊന്നുമല്ല, അതാ ഇതെവിടെ ഇങ്ങനെ തൊടിച്ച് വെക്കലതാ. 2, 3, 4 ഇതിൻ്റെ എവർഗ്രീൻ നട്ടിച്ചതാ. ഇപ്പം കുപ്പിയിൽ വെള്ളം കൊണ്ടുവച്ച് എന്തിനാണെന്നറിയോ, ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കാൻ. ഇതിന് പൈപ്പിലൂടെ നനച്ചൂടാ, ഇതൊക്കെ പോയി പോവും. ഇപ്പം ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി വെക്കല. ഇതിനൊക്കെ ഈ എവർഗ്രീൻ ഞാൻ വിചാരിച്ച് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് വെച്ചാൽ എവർഗ്രീൻ നല്ല ഉഷാറിലുണ്ടാവും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ കരുവേപ്പില നട്ട് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നിങ്ങളെല്ലാവരും നാളെ തൊട്ട് തന്നെ നിങ്ങൾ നടാൻ നോക്കണ്ടോ. ഒരു കരുവേപ്പിലെങ്കിലും നടണേ. ഇവിടെ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ നട്ട് കാണിച്ചു തന്നല്ലോ. അതാ ഇത്രേ വേണ്ടൂ.
വേണ്ട പോട്ടി മിക്സ് ഒക്കെ ഇട്ടു. ഇനി ഇതെൻ്റെ ഐസിയുൻ്റെ ഭാഗത്ത് കാണിച്ചു തരാം. ഇതാണ്, ഇതുണ്ടോ, ഇത് സർപ്പപ്പോളയാണോ എന്താന്ന് എനിക്കിത്, ഇത് ഐറ്റ് വെക്കാത്തതാ. ഇപ്പം ഞാൻ ഇതാ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ചുറ്റും ഉണ്ടാക്കിയിട്ട് സർപ്പപ്പോള നട്ടതാ, ചുറ്റും പറിച്ച് നട്ടതാ. ഞമ്മ ഇതിന് പെയിൻറ്റ് കൊടുക്കണം, കല്ല് വെക്കണം, ആളായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത് പിന്നെ എൻ്റെ ജെറേനിയ നട്ട് പിടിപ്പിച്ചതാ. ഇത് പിന്നെ ഓണം വരാൻ പോകല്ലേ, അപ്പോൾ ഓണത്തിലേക്ക് ചെണ്ടുമല്ലി, ഒരു വലിയ ചെണ്ടുമല്ലി ചെടീൻ്റെ കട്ട് ചെയ്ത് പീസാക്കി നട്ടതാ. നോക്ക് തെളിഞ്ഞ് നിൽക്കുന്നത് മെനയാന്ന് ചെയ്ത പണിയാ, തെളിഞ്ഞ് നിൽക്ക്. ഇത് കുറച്ച് വാടി, പക്ഷേ കുറച്ച് ഞാൻ തെളിയും. ഇത് തെളിഞ്ഞ്, അതും തെളിഞ്ഞ്, ഇതും തെളിഞ്ഞ്. ഇതൊക്കെ ചെണ്ടുമല്ലി ഓണാകുമ്പത്തിനേക്കുള്ള ഒരുക്കങ്ങളാണ് എൻ്റെ. അപ്പോൾ ഇപ്പോൾ ഒരുങ്ങിയാൽ നമുക്ക് ഓണത്തിന് കിട്ടും. കറിവേപ്പിലേൻ്റെ നടിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു തരിക കേട്ടോ. നമ്മൾ ചെണ്ടുമല്ലി ഓണാകുമ്പത്തിനേക്ക് നട്ടോട്ട് ഓടിയിട്ട് കാര്യമല്ല, പൂക്കൾക്ക് ഇപ്പം തന്നെ തുടങ്ങണം. അതിന് വേണ്ടി ഞാൻ തുടങ്ങി വെച്ചതാ. ഇതെന്താ സംഭവം എന്നറിയോ, ഇത് വേറെ ഒരു കറിവേപ്പില, അതിൻ്റെ ഒക്കെ വീഡിയോ കാണിച്ച് തന്നതാ. ഇത് നട്ട് ആളായി തളിര് വന്ന് ഉഷാറായി കണ്ട, പോട്ടി മിക്സൊക്കെ അല്ല ഉഷാൽ കറുപ്പ് കളറിൽ. ഇത് ഞാൻ എന്തിനാ നട്ടുണ്ടാക്കിയെന്നറിയോ, ഒരു വീട്ടിൽ കൂടലുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരാളെ വീട്ടിൽ കൂടലാണ്. ആ വീട്ടിൽ കൂടലിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഇതാ. അവർക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും നല്ല ചിലപ്പോൾ ഇതായിരിക്കും. കാരണം കറിവേപ്പില എപ്പോൾ ഒരു വീടിന് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നല്ല വൃത്തിയാക്കി വീട്ടിൽ കൂടെ ഇനി സമയമുണ്ട്, കുറച്ചും കൂടി ഉണ്ട് ദിവസങ്ങൾ. ഇപ്പത്തിനെ കുറച്ചും കൂടി പൊങ്ങും. ഇപ്പം ഞാൻ നല്ല ഭംഗിയാക്കി തുടച്ച് മിനുക്കി പാക്ക് ചെയ്ത് ഇതിൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞാൻ ചിലർക്കൊക്കെ കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പോൾ കറിവേപ്പിലാണല്ലോ അതിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചെടുത്തതാണ്. എല്ലാവരും പറയും എനിക്ക് കറിവേപ്പില പിടിക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ. അപ്പോൾ എൻ്റെ കറിവേപ്പിലങ്ങൾ കണ്ടല്ലോ, ഞാൻ തൈ എടുത്തതും നട്ടതും പുതിയത് വേറെ ഉണ്ടാക്കിയതും ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.